iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നോക്കാം. In 1887, H.s.a. performed very interesting experiment. He observed that when light of certain frequency strike the surface of some metal, electrons or electric current are ejected from the metals. അപ്പോൾ എന്ത് ചെയ്തു? H.s.a. 1887 എന്ത് ചെയ്തു? ഒരു മെറ്റൽ സർഫസ്, സം മെറ്റൽ സർഫസിലേക്ക് നമ്മൾ സർട്ടൻ ഫ്രീക്വൻസി സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസോ അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് കറണ്ടോ എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു? ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. മെറ്റലിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. Okay, the phenomenon of ejection of electron from the surface of a metal when light of suitable frequency strike on it is called a ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട്, സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷൻ നടക്കുന്നു. ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി സർഫസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്ക് ഓൺ ഇറ്റ്. സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, the emitted electrons are called photoelectrons. ഈ ലൈറ്റ് ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റുമായി റിലേറ്റ് ചെയ്താണ് അല്ലേ. സോ ഈ ലൈറ്റ് വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇജക്റ്റ് ചെയ്ത ഈ ഇലക്ട്രോണിനെ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പാറ്റസ് ആണിത്. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ മെറ്റൽ സർഫസ് ആണ്. ഒരു സ്യൂട്ടബിൾ ലൈറ്റ് വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. അത് നമുക്കിവിടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇവാക്വേറ്റഡ് ട്യൂബാണ്. അതൊരു ബാറ്ററി ആയിട്ടും അമ്മീറ്ററുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. The cell consists of an evacuated chamber which contains 2 electrodes connected to an external circuit. എന്താണ്? 2 ഇലക്ട്രോഡുള്ള ഒരു ഇവാക്വേറ്റഡ് ചേംബർ ആണ് നമ്മുടെ ഈ സെൽ എന്ന് പറയുന്നത്. The metal that exhibit the photoelectric effect is made negative electrode. അപ്പോൾ എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മൾ ഏത് മെറ്റൽ സർഫസിലാണോ ലൈറ്റ് പതിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമുക്ക് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കാം. When light of sufficiently high energy strike the metal, the electrons are ejected from the surface and move towards the positive electrode and form the current flowing through the circuit. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് നമ്മുടെ മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് ഫലമായിട്ട് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ. സോ അതെന്ത് ചെയ്യും? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. It may be noted that only a few metals such as cesium, rubidium or potassium in which the electrons are loosely held by the nucleus show this effect when visible light falls upon them. അപ്പോൾ എന്താണ്? വിസിബിൾ ലൈറ്റ് നമ്മൾ വന്ന് പതിക്കുമ്പോൾ വളരെ ചെറിയ കുറച്ച് മെറ്റൽസ് മാത്രമേ എന്ത് കാണിക്കുകയുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുകയുള്ളൂ. അങ്ങനെ വിസിബിൾ ലൈറ്റിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന മെറ്റൽസ് ആണ് എന്താ? സീഷ്യം, റുബീഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മുടെ വിസിബിൾ ലൈറ്റിൽ തന്നെ, യുവിയിലല്ല വിസിബിൾ ലൈറ്റിൽ തന്നെ എന്ത് കാണിക്കുന്നു? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന മെറ്റൽസ് ആണ്. എന്തുകൊണ്ട് ഇവർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നു? ഇവരുടെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എന്താണ്? ലൂസ്ലി ബൗണ്ട് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ആർ എന്താണ്? ലൂസ്ലി ഹെൽഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ നമുക്ക് ഇജക്റ്റ് ചെയ്യിക്കാൻ കഴിയും. Experimental studies of photoelectric effect under different conditions led to the following important observations. എന്തൊക്കെയാണ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒബ്സർവേഷൻസ് എന്ന് നമുക്ക് നോക്കാം. The electrons are ejected from the metal surface as soon as the beam of light strike the surface. That is, there is no time lag between the striking of light beam and the ejection of electron from the metal surface. അപ്പോൾ എന്താണ്? നമ്മളുടെ
ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നു. അവിടെ ലാഗ് ഒന്നുമില്ല. എന്താണ്? ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദി സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ്. വന്ന് പതിക്കുന്നതും അതുപോലെ തന്നെ ഇജക്ഷനും തമ്മിൽ എന്തില്ല? ടൈം ലാഗ് ഒന്നുമില്ല. എപ്പോഴാണോ നമ്മുടെ ഇത് വന്ന് പതിക്കുന്നത്, നമ്മുടെ ലൈറ്റ് പതിക്കുമ്പോൾ തന്നെ, ഈ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദി beam of light strike the surface. That is, there is no time lag between the striking of light beam and the ejection of electron from the metal surface. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണ്? For each metal certain minimum frequency of light is needed to eject the electrons. എന്താണ്? ഏതൊരു മെറ്റലിനും, ഓരോ മെറ്റലിനും ഒരു certain എന്താണ് എമൗണ്ട് ഓഫ് മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വന്ന് പതിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഇജക്റ്റ് ചെയ്യുകയുള്ളൂ. ദിസ് ഈസ് നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ എന്ന് പറയും. അപ്പം നിങ്ങളോട് ചോദിക്കാം, എന്താണ് ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് നീഡഡ് ടു ഇജക്ട് ദി ഇലക്ട്രോൺ ഈസ്. എന്താണ്? പല ടൈപ്പ് ഫ്രീക്വൻസി ചോദിക്കാം. ഓക്കെ, എന്താണ്? അപ്പം ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എന്താണ് റേഡിയേഷൻ അല്ലേ? ആ ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ വന്ന് ഓരോ പർട്ടിക്കുലർ എലമെൻറ്റിനും ഓരോ പർട്ടിക്കുലർ മെറ്റലിനും എന്തുണ്ട്? ഒരു മിനിമം എമൗണ്ട് ഓഫ് എന്താണ് ഫ്രീക്വൻസി ഉണ്ട്. മിനിമം ഫ്രീക്വൻസി ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ ആ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായ എന്താണ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നമ്മളുടെ മെറ്റലിൽ വന്ന് പതിച്ചെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുകയുള്ളൂ? ഇജക്റ്റ് ചെയ്യുകയുള്ളൂ. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണെന്ത്? ന്യൂ സീറോ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഓരോ മെറ്റൽസിൻ്റെ കേസ് എടുക്കുമ്പോഴും ന്യൂ സീറോയുടെ വാല്യൂ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. അതായത് ദി ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ലെസ് ദാൻ ന്യൂ സീറോ ആണെങ്കിൽ, ഇനി നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ലെസ് ദാൻ ന്യൂ സീറോ ആണെങ്കിൽ, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ കുറവാണെങ്കിൽ ഓർത്തിരിക്കാം, ദർ ഈസ് നോ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, എന്താണ്? നമ്മുടെ മെറ്റലിൽ നിന്ന് എന്തുണ്ടാവില്ല? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുകയില്ല. അതായത് എത്ര നേരം നമ്മളിപ്പോൾ നമുക്ക് വേണ്ട ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇപ്പോൾ ഒരു എന്താണ് 10⁻⁶ ആയിരുന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് 10⁵ ഉള്ളൂ. പക്ഷെ നമ്മൾ 12 മണിക്കൂർ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓർത്തിരിക്കാം, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ കുറവാണ് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി എങ്കിൽ എന്താവില്ല? ഇവിടെ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയില്ല. എത്ര സമയം കൊടുത്തു എന്ന് പറഞ്ഞതിലല്ല, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ കൂടുതൽ, അത്രയുമോ അതിൽ കൂടുതലോ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ കൊടുത്തെങ്കിൽ, ലൈറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയുള്ളൂ. ക്ലിയർ ആയോ? The kinetic energy of the ejected electrons is directly proportional to the frequency of the incident radiation and is independent of its intensity. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. എന്താണ്? നമ്മുടെ ഈ ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തിന് പ്രപ്പോർഷണലാണ്? ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷന് പ്രപ്പോർഷണലാണ്. അതിന് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റിയുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ എന്തിന് ഡിപ്പെൻഡൻ്റ് ആണ്? ഫ്രീക്വൻസികൾക്ക് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് എന്താണ് നോട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്താണ്? ഇൻറ്റൻസിറ്റി. ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻറ്റൻസിറ്റിയാണ്, പക്ഷേ പ്രപ്പോർഷണൽ ടു എന്താണ്? ന്യൂ ആയിരിക്കും. ഫ്രീക്വൻസി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The number of electrons ejected per second from the metal surface depend upon the intensity or brightness of incident radiation. അപ്പോൾ ഓർത്തിരിക്കാം, അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്താണ്? ഇനി എത്രത്തോളം ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആയി, എന്താണ് ഒരു മെറ്റൽ സർഫസിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആയി എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? which depends upon the intensity or brightness of the incident radiation. തിരിഞ്ഞു പോകേണ്ടതെല്ലാം കൂടി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. ഓക്കെ, പക്ഷേ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒന്നും കൂടെ ആ പോയിന്റ്സ് വായിച്ചു നോക്കാം. എത്ര നമ്പർ ഓർത്തിരിക്കുക,
ഒരെണ്ണം ഇജക്റ്റ് ആകണമെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ എബോവ് ഉള്ള എന്താണ് നമ്മുടെ ലൈറ്റ് റേഡിയേഷൻ വന്നെങ്കിൽ മാത്രമേ ഇജക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ അതിപ്പോൾ എന്താണ് ന്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇൻറ്റൻസിറ്റി നമ്മൾ കുറേ നേരം കൊടുത്തു എന്ന് പറഞ്ഞ് ഇജക്ഷൻ നടക്കത്തില്ല. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ എബോവ് ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഇജക്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ആണെങ്കിലും അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ദി നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കാണാൻ വേണ്ടി ഓർത്തിരിക്കാം, അവിടെ ഏത് ഫ്രീക്വൻസി ആണെന്നുള്ളത് എന്താണ്, അവിടെ ഡിപ്പെൻഡൻസ് ഇല്ല. പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവിടെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇപ്പോൾ 10⁻⁶ ആണെന്നിരിക്കട്ടെ. അപ്പം നമുക്കൊരു 10⁻⁷ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് കൊടുത്താൽ അവിടെ ഇജക്ഷൻ പോസിബിൾ ആണ് അല്ലേ. സോ ഈ 10⁻⁷ ആയിട്ടുള്ള എന്താണ് 100 എണ്ണം കൊടുത്താലോ, 100 ഫോട്ടോൺസ് നമ്മൾ കൊടുത്താലോ 100 ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കൂടുന്നുണ്ട്. ഓക്കെ, സോ ദി നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഫ്രീക്വൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The variation of kinetic energy of photoelectrons with frequency of absorbed photons is shown below. അതായത് ഫിഗർ A നോക്കാം. എന്താണ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി ഫിഗർ ദാറ്റ് for ejection of electron the frequency nu of light used must be greater than threshold frequency. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു മെറ്റൽ സർഫസ് ആണ്. ഈ സർഫസിൽ നിന്ന് എന്താണ് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് μ0 ഗ്രേറ്റർ ആയ ന്യൂ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടുന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, പക്ഷേ ദി കൈനറ്റിക് എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് വിത്ത് ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, നോക്കാം. അല്ലെ, ഒന്നാമത്തെ ഫിഗറിൽ പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഗ്രാഫാണ്. നോക്കാം, എന്താണ് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആദ്യം എന്താണ് അപ് ടു ത്രെഷോൾഡ് ഫ്രീക്വൻസി വരെ അവിടെ ചേഞ്ച് ഒന്നുമില്ല. എന്താണ് അപ് ടു ത്രെഷോൾഡ് ഫ്രീക്വൻസി വരെ എന്തില്ല, ചേഞ്ച് ഇല്ല. പക്ഷേ ആഫ്റ്റർ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിലോ ന്യൂ കൂടുന്നതനുസരിച്ച് എന്തും കൂടും, കെയും കൂടുന്നു. ന്യൂ കൂടുന്നതനുസരിച്ച് കെയും കൂടുന്നു. അതേസമയം രണ്ടാമത് നോക്കാം, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റുമായിട്ടുള്ളതാണെങ്കിലോ ഇവിടെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കെ എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കെയും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേസമയം ഫ്രീക്വൻസി വേരി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, കെ എന്തായിരിക്കും, കൂടിക്കൂടി വരുന്നത്. ആഫ്റ്റർ ത്രെഷോൾഡ് എനർജി എന്താണ്, ആഫ്റ്റർ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, കെ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. Okay, so all these observations could not be explained on the basis of classical laws of physics. Classical laws of physics വെച്ചിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷനോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. All electromagnetic radiations are forms of energy. ഒന്നാമത്തെ കാര്യം എന്താണ്, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ഒരു ഫോംസ് ഓഫ് എനർജിയിൽ വരുന്നതാണ്. The electromagnetic wave theory believed in continuous generation of radiant energy, that is, energy may be emitted or absorbed in any value from infinitely small to infinitely large. അപ്പം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി പറയുന്നത് എന്താണ്, വളരെ ചെറിയ വാല്യൂ നിന്ന് വളരെ ലാർജ് വാല്യൂ വരെ എന്ത് ചെയ്യാൻ പറ്റും, എമിറ്റ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ ഒക്കെ കഴിയുമെന്നാണ് നമ്മുടെ വേവ് തിയറി ബിലീവ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ദിസ് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഓഫ് മെനി ഫിനോമിന സച്ച് ആസ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്മൾ പറഞ്ഞ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും ഒക്കെ നമുക്ക് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് വെച്ച് വേവ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ, പക്ഷേ ബ്ലാക്ക് ബോഡി റേഡിയേഷനോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റോ ഒന്നും തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നു. ഓക്കെ, so at the beginning of the 20th century, Max Planck in 1901 gave a new revolutionary theory known as quantum theory of radiation. 1901 നമ്മളുടെ മാക്സ് പ്ലാങ്ക് എന്ത് ചെയ്തത്, ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ന്യൂ തിയറി കൊണ്ടുവന്നത്.
എന്തൊക്കെയാണ് ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് റേഡിയന്റ് എനർജി ഈസ് നോട്ട് എമിറ്റഡ് or absorbed continuously but discontinuously in the form of small packets of energy called quanta. അപ്പോൾ വളരെ എന്താണ്, നമ്മൾ ആദ്യം ക്ലാസിക്കൽ ഫിസിക്സ് പറഞ്ഞ എന്തായിരുന്നു, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, എമിഷനോ അല്ലെങ്കിൽ അബ്സോർപ്ഷനോ നടക്കുന്നു എന്നാണ് പറഞ്ഞത് വേവ് തിയറി വെച്ചിട്ട്. പക്ഷേ നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, റേഡിയന്റ് എനർജി ഈസ് നോട്ട് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. എന്ത് ചെയ്യുന്നില്ല, റേഡിയന്റ് എനർജി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ അത് എങ്ങനെയായിരിക്കും, ഡിസ്കണ്ടിന്യൂസ്ലി ആണ് അവർ ചെയ്യുന്നത്. എങ്ങനെ, പാക്കറ്റ്സ് ഓഫ് എനർജി. നമ്മുടെ എന്താണ് സാഷയിൽ, ഇപ്പം നമ്മൾ ഷാമ്പൂവിൻ്റെ ഒക്കെ സാഷയില്ലേ, അപ്പം എന്താണ് ഇപ്പോൾ 50 ഗ്രാം ആണെങ്കിൽ അങ്ങനെ ഓരോന്ന്, ഇപ്പം നമ്മുടെ ബ്രൂവിൻ്റെ കോഫിയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് കിട്ടൂലേ, അല്ലെങ്കിൽ ടീ പൗഡറിൻ്റെ പാക്കറ്റ് കിട്ടൂലേ, അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ റേഡിയൻ്റ് എനർജി എമിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്. ആ പാക്കറ്റ്സ് ഓഫ് എനർജിയെ പറയുന്ന പേരാണെന്ത്, ക്വാണ്ടം. ഓക്കെ, എന്താണ് ക്വാണ്ടം? ഈച്ച് ക്വാണ്ടം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഇനി ഈ ഓരോ ക്വാണ്ടം എന്ന് പറയുന്നത് അതിനെന്താണ്, അതിനൊരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മളുടെ ലൈറ്റിൻ്റെ കേസ് ആണെങ്കിൽ ഈ ക്വാണ്ടത്തെ നമ്മൾ ഫോട്ടോൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഈ ക്വാണ്ടം റേഡിയേഷനെ നമുക്ക് ഇൻ കേസ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ ഈ ക്വാണ്ടം ഓഫ് എനർജി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഫോട്ടോൺ. എന്താണ്, ഫോട്ടോൺ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, the amount of energy associated with a quantum of radiation is proportional to the frequency of light. രണ്ടാമത് പറയുന്നത് ഈ അസോസിയേറ്റ് ചെയ്യുന്ന എനർജി, ദി എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ എങ്ങനെയായിരിക്കും, ഈ ഈസ് പ്രപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. ഈസ് പ്രപ്പോർഷണൽ ടു ന്യൂ ആണ്. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയാം. ഓക്കെ, സോ ഈ എച്ചിനെ പറയുന്ന പേര് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അതെന്താണ്, ദി എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ആണ്, വിച്ച് ഇസ് പ്രപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് ലൈറ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയാം, വേർ എച്ച് ഈസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് എന്ത് വരും, 6.626 into 10 raised to minus 34 joule second or 3.99 into 10 raised to minus 30 kilojoule second mole inverse എന്ന് വരും. ഓക്കെ, സോ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ എന്താണ് വാല്യൂ ആണ്, 6.626 into 10 raised to minus 34 ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ. ഓക്കെ, this relation was found to be valid for all type of electromagnetic radiation. E is equal to h nu എന്ന് പറയുന്ന നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എന്താണ്, എല്ലാ ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും എന്താണ്, വാലിഡ് ആയിരുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുകയാണ്, ദി ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി emitted or absorbed by a body will be some whole number multiple of quantum. എന്താണ് നമ്മളുടെ എന്താണ് എമിറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ, ഒരു ബോഡി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ടുള്ള എനർജി, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ടം ആയിരിക്കും. ക്വാണ്ടത്തിൻ്റെ ഓൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ നമുക്ക് ഈ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് ഒരു ക്വാണ്ടയുടെ എന്ത് നമ്മളുടെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ എച്ച് ന്യൂ എന്ന് പറയുന്നതായിരിക്കും എന്ത്, എൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ക്വാണ്ടയുടെ എന്ത് എനർജി എന്ന് പറയുന്നത് ഇ ഇസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് ന്യൂവിന് നമുക്ക് സി ബൈ ലാംഡ നമുക്കറിയാം, വേർ ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് ന്യൂ ആണ്, എച്ച് സി ബൈ ലാംഡ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ എൻ എച്ച് സി ബൈ ലാംഡ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്, എൻ എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ, വേർ ലാംഡ ഇസ് ദി വേവ് ലെങ്ത് ആൻഡ് സി ഇസ് ദി എന്താണ് സ്പീഡ് ഓഫ് ദി ലൈറ്റ്, എച്ച് ഇസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് എൻ ഇസ് ദി നമ്പർ ഓഫ് ക്വാണ്ട. ഓക്കെ, where n is an integer such as 1, 2, 3 ഒരു whole number ആയിരിക്കും n എന്ന് പറയുന്നത്. This means that a body can emit or absorb energy equal to h nu. n is equal to 1 ആകുമ്പോൾ എന്താണ്, നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്,
E is equal to NH nu ആണ്. Nന്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H nu എന്ന് കിട്ടും. N is equal to 2 ആണെങ്കിൽ 2H nu, 3 ആണെങ്കിൽ 3H nu. അങ്ങനെ നമുക്ക് എന്താണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കും? നമ്മൾ ഒരു ബോഡി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുന്നതോ ആയിട്ടുള്ള എനർജി എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H nu ആയിരിക്കും. അതല്ലാണ്ട് എന്താ 1.6 H nu ഫ്രാക്ഷണൽ നമ്പർ ഒന്നും തന്നെ ആവുകയില്ല. ഓക്കെ, ഒരു ഫ്രാക്ഷണൽ വാല്യൂ ഓഫ് H nu ആവില്ല. എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H nu മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, the relations give the relation between energy of the radiation and its wavelength or frequency. എനർജിയും ഫ്രീക്വൻസിയും തമ്മിൽ, എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് E is equal to NHc by lambda അതല്ലെങ്കിൽ NH nu എന്ന ഇക്വേഷൻ വഴി കിട്ടുന്നു. സോ നമുക്ക് പറയാം, ഹയർ ദി ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്? ഹയർ ദി ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മളുടെ ഫോട്ടോൺസ് എന്തായിരിക്കും? ഹൈ എനർജറ്റിക് ആയിരിക്കും. E is equal to NH nu ആണ്. സോ ഹയർ ദി ഫ്രീക്വൻസി ആണെങ്കിൽ ഹയർ ദി എനർജി ആയിരിക്കും, വിച്ച് ഓൾസോ ഇസ് ഈക്വൽ ടു NHc by lambda. സോ നമുക്ക് പറയാം, ഹയർ ദി ഫ്രീക്വൻസി ആണെങ്കിൽ ഹയർ ദി എന്താണ്? എനർജി ആയിരിക്കും. ലോവർ ദി ലാംഡ ആണെങ്കിൽ എന്തായിരിക്കും? ഹയർ ദി എനർജി ആയിരിക്കും. ഓക്കെ, ലോവർ ദി ലാംഡ അല്ലെങ്കിൽ ലോവർ ദി വേവ് ലെങ്ത് ഓർ ഹയർ ദി ഫ്രീക്വൻസി ആണെങ്കിൽ ഈ എന്തായിരിക്കും? മോർ എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, a photon of violet light will be more energy than that of red light because former is of larger frequency. അപ്പം നമ്മൾ വയലറ്റും റെഡും വിബ്ജിയോറിൽ വയലറ്റും റെഡും എടുക്കുകയാണെങ്കിൽ വയലറ്റ് നമുക്ക് എന്താണ്? ന്യൂ കൂടുതലായി, ഫ്രീക്വൻസി കൂടുതലാണ്. സോ ഫ്രീക്വൻസി കൂടുതലായിട്ട് നമുക്ക് പറയാം വയലറ്റ് ലൈറ്റിന് എന്തായിരിക്കും? എനർജി കൂടുതലായിരിക്കും. അതേസമയം റെഡ് ലൈറ്റ് എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്, അവിടെ ന്യൂ കുറവാണ് അല്ലേ? സോ റെഡ് ലൈറ്റിന് എന്തായിരിക്കും? ലാർജർ ഫ്രീക്വൻസി ആയിരിക്കും. എന്താണ്? റെഡ് ലൈറ്റിന് എന്തായിരിക്കും? ലാർജർ വേവ് ലെങ്ത് ആണ്, ലോവർ ഫ്രീക്വൻസി ആണ്. സോ എനർജി എന്തായിരിക്കും? വയലറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എനർജി അവിടെ കുറവായിരിക്കും. ക്ലിയർ ആയോ? ദി കൺസെപ്റ്റ് ഓഫ് എനർജി പാക്കറ്റ്സ് ഓഫ് ലൈറ്റ് സപ്പോർട്ട് ദി കോർപ്പസ്കുലർ ക്യാരക്ടർ. അപ്പോൾ എന്താണ്? പാർട്ടിക്കിൾ നേച്ചറിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻഡ് the distribution of intensity in radiation from a black body as a function of frequency at different temperature. So the energy possessed by one mole of quanta or photons, that is Avogadro number of quanta, is called 1 Einstein of energy. അപ്പം 1 Einstein of energy എന്ന് വെച്ചാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് ക്വാണ്ട. നമുക്കറിയാം എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ആണ്. അവഗാഡ്രോ നമ്പർ ഓഫ് ക്വാണ്ട എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 1 Einstein. സോ ഈ 1 Einstein is equal to NA into H nu എന്നോ ന്യൂക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ NA into HC by lambda എന്നോ പറയുന്നതായിരിക്കും എന്ത്? 1 Einstein of energy എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ക്വാണ്ടം തിയറി വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. According to Einstein, when a photon strikes him at a surface, some of its energy used up to eject the electron from the metal atom equal to the energy of binding of the electron with the nucleus, and the remaining energy is given to ejected electron in the form of kinetic energy. നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് നമ്മളൊരു ഫോട്ടോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈൻഡിങ് എനർജി എത്രയാണോ അത്രയും ആയിരിക്കും ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, സോ ബൈൻഡിങ് എനർജി എത്രയുമാണോ വേണ്ടത് ആ ഒരു എനർജി എന്ത് ചെയ്യും? അത് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള റിമൈനിങ് എനർജി എന്തിനു വേണ്ടിയാണ്? ഈ ഇജക്റ്റഡ് ഇലക്ട്രോണിന് കൈനറ്റിക് എനർജിയുടെ ഫോമിൽ എന്ത് ചെയ്യും? കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ എന്താണ്? എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ejected electron. അപ്പോൾ എന്താണ്? എനർജി ഓഫ് ദി സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് പറയാം, this means that a certain minimum amount of energy corresponding to the binding energy, also called threshold energy, എന്താണ്? ബൈൻഡിങ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോണിനെ മെറ്റലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇജക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ.
ഓക്കെ, സോ വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി h nu സ്ട്രൈക്ക് എ മെറ്റൽ സർഫസ്, നമ്മുടെ മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് എനർജി എന്ത് ചെയ്യും, അതായത് ത്രെഷോൾഡ് എനർജി എക്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ള എനർജി എന്ത് ചെയ്യും, നമുക്ക് കൈനറ്റിക് എനർജി ½ mv² ആയിട്ട് മാറുന്നു. ഓക്കെ, സോ നമുക്ക് h nu ആണ് എനർജി എങ്കിൽ h nu is equal to x plus ½ mv² ആണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, ത്രെഷോൾഡ് ഫ്രീക്വൻസി μ0 ആണെങ്കിൽ നമുക്ക് എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ത്രെഷോൾഡ് എനർജി x is equal to h nu0 എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്കറിയാം h nu ആണ് നമ്മൾ കൊടുത്ത എനർജി, സോ h nu is equal to h nu0 plus ½ mv² എന്ന് വരും. ഓക്കെ, ഓർ ½ mv² is equal to h nu minus h nu0 വരും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ½ mv² is equal to h into nu minus nu0 എന്ന് എഴുതാം. ഓക്കെ, സോ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ നമുക്ക് എങ്ങനെ, കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ke is equal to വാല്യൂ എന്താണ്, ½ mv² ആണ്, ½ mv² which is equal to h into nu minus nu0 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, സോ ഇത് മെറ്റൽ ആണ്, ഇൻസിഡന്റ് ലൈറ്റ് വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നു. ഇജക്റ്റ് ചെയ്യുമ്പോഴുള്ള ഈ ഇലക്ട്രോണിൻ്റെ എന്താണ് കൈനറ്റിക് എനർജിയാണ് എന്ത്, h nu minus h nu0 എന്ന് പറയുന്നത്. ഓക്കെ, സോ W0 വർക്ക് ആണെങ്കിൽ, വർക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ h nu0 ആണ് ആ വർക്ക് ഫംഗ്ഷൻ്റെ എന്ത് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, the minimum energy required to eject the electron, that is h nu0 is called work function. ഈ h nu0 പറഞ്ഞ പേരെന്താണ്, വർക്ക് ഫംഗ്ഷൻ. ആ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓരോ മെറ്റലിൻ്റെ കേസിലും എന്തായിരിക്കും, അത് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ലിഥിയം എടുക്കുകയാണ്, അതിന് വർക്ക് ഫംഗ്ഷൻ എത്രയാണ്, 2.42 ആണ്. സോഡിയം ആകുമ്പോൾ 2.3, പൊട്ടാസ്യം 2.25, സീഷ്യം 2.14, മഗ്നീഷ്യം ആകുമ്പോഴോ 3.7, കോപ്പർ ആകുമ്പോൾ 4.8, എന്താണ് സിൽവർ ആകുമ്പോൾ 4.3. സോ ഓരോ മെറ്റലിൻ്റെ കേസിലും ഈ എന്താണ് വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ W0യുടെ വാല്യൂ എന്തായിരിക്കും, അത് ഫിക്സ്ഡ് ആയിരിക്കും, കോമൺ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഇഫ് ദി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ന്യൂ which is less than nu0 ആണെങ്കിൽ, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ കുറവാണ് നമ്മളുടെ ഫ്രീക്വൻസി എങ്കിൽ, ന്യൂ എങ്കിൽ എന്താണ്, അവിടെ ഒരു ഇലക്ട്രോണിനെയും ഇജക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഇനി എത്ര ഇൻറ്റൻസിറ്റി കൊടുത്താലും nu0യെക്കാട്ടിൽ കുറവാണ് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി എങ്കിൽ അവിടെ എന്ത് നടക്കുന്നില്ല, ഇജക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, സോ എന്തായിരിക്കും, ഓരോ മെറ്റൽസിനും ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നോക്കാം, if the frequency of the striking radiation is more than the threshold value ആണെങ്കിൽ, അതായത് ന്യൂ എന്ന് പറയുന്നത് nu0യെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഈ എക്സസ് എനർജി, അതായത് h nu minus h nu0 എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഈ ഇജക്റ്റ് ചെയ്തു വന്ന ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. സോ ആസ് ദി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ്, എന്താണ് ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഓൾസോ ഇൻക്രീസസ്, കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഈച്ച് ഫോട്ടോൺ ക്യാൻ ഇജക്ട് ദി ഇലക്ട്രോൺ, ഓരോ ഫോട്ടോണിനും എന്ത് ചെയ്യാം, ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ ഒരു ഗിവൺ ഫ്രീക്വൻസി ഉള്ള, ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിൽ കൂടുതലായിട്ടുള്ളൊരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് നമ്മൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ, ഓൺ ഇൻക്രീസിങ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് എ ഗിവൺ ഫ്രീക്വൻസി എന്ത് കൂടും, ഓരോ ഫോട്ടോൺ എന്ത് ചെയ്യും, ഓരോ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം, നമ്പർ ഓഫ് ഫോട്ടോൺസ് striking the surface is increased and the kinetic energy remains unchanged ആയിരിക്കും. kinetic energy എന്തായിരിക്കും, അവിടെ unchanged ആയിരിക്കും. പക്ഷേ greater the intensity of given frequency, ഒരേ ഫ്രീക്വൻസി ഉള്ള എന്താണ് ലൈറ്റ് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, റിസൾട്ട്സ് ഇൻ ടു മോർ ഇലക്ട്രോൺ ബീയിങ് ഇജക്റ്റഡ്, കൂടുതൽ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പക്ഷേ അവിടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, നമ്മളുടെ എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് എങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്, ദി എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സലറേറ്റ് ടു എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ടൈം പറയാം. കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയാം. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു 1 വോൾട്ട് ആണ്. സോ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.602 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁻90 ജൂൾസ് ആണ്. ഇത് കൺവേർഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.